എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വളരെ ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലോറി പ്രസ്ഥാനത്തിന്റെ ആ ബുദ്ധിമുട്ടിൽ നിന്നും കരകയറ്റിയെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. അതിലേക്ക് എല്ലാവിധ പിന്തുണയും ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ചർച്ചാ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. എല്ലാവരും ദൂരെ നിന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവരും ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വേദിയിലിരിക്കുന്ന ലോറി സംഘടനയുടെ നേതാക്കളെ, മറ്റ് ലോറി ഓണേഴ്സ് സുഹൃത്തുക്കളെ, ഇന്ന് പല സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ ഒരു വിഷമഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപീകരിച്ച് നല്ല രീതിയിൽ എന്തെങ്കിലും ഈ ഒരു പ്രസ്ഥാനം തകർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടായ്മയൊക്കെ കൂടുന്നത്. നിങ്ങളെപ്പോലെ തന്നെ എല്ലാ ലോറിക്കാർക്കും ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായമാകട്ടെ. അതോടൊപ്പം വ്യക്തിപരമായിട്ടും ഇതൊരു ഗുണത്തിലാണല്ലോ എത്തിച്ചേരുക. അപ്പം ഈ സംഘടനയ്ക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ എത്തിച്ചേരട്ടെ. താങ്ക് യു. വേദിയിലും സദസ്സിലിരിക്കുന്ന നേതാക്കന്മാരെ, ഞാൻ പറയേണ്ട കാര്യങ്ങൾ എന്നെക്കാട്ടി മുമ്പുള്ള എല്ലാ ആളുകളും പറഞ്ഞു തീർന്നു. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് നമ്മളുടെ ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ നിലനിർത്തി പോകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ പ്രസ്ഥാനത്തെ ഒന്ന് നിലനിർത്തി തരുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗ ഉദ്ഘാടനം ചെയ്ത അഷ്റഫ് ക, മലപ്പുറത്ത് നിന്ന് വന്ന നമ്മുടെ ഷമീർ ക, അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ലോറി ഉടമകളെയും ആ ഉടമകളെ നിയന്ത്രിക്കുന്ന നേതാക്കന്മാരെ എല്ലാവരോടും ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നതിന് ഞാൻ എൻ്റെ ഒരു ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വയനാട് ജില്ലയെ പറ്റി എല്ലാവരും സംസാരിച്ചു. വയനാട് ജില്ലയിൽ സംയുക്ത ട്രേഡ് യൂണിയനും സംയുക്ത ഏജൻസ് അസോസിയേഷനും ഓണേഴ്സും എല്ലാവരും, സംയുക്ത ഡ്രൈവർമാരെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഞങ്ങളൊരു സംഘടന പോലെ നിന്നുകൊണ്ട് ഞങ്ങൾ ഓവർലോഡിനെതിരെ വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് പോവുകയുണ്ടായി. അതോടൊപ്പം തന്നെ മാനന്തവാടി താലൂക്കിൽ നല്ലൊരു ശതമാനം, ഒരു 15-20% വാടക വർദ്ധിപ്പിക്കുകയും ആ വാടക എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തു. പക്ഷേ എന്ത് പറയണ്ടു, നമ്മൾ ഈ ഓവർലോഡ് പിടിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് അധികാരികളുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിട്ടുള്ളത്. അവർ യാതൊരുവിധ സഹകരണവും അധികാരികളിൽ നിന്നും നമുക്കുണ്ടായിട്ടില്ല. അവരെ വിളിച്ചാൽ അവർ വരില്ല. ഏത് ജില്ലയിലാണേലും എവിടെയാണേലും ഈ അധികാരികളാണ് ഏറ്റവും കൂടുതൽ നമുക്കെതിരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കുകയും അതിനനുകൂലമായ രീതിയിൽ നമ്മൾ ഓവർലോഡ്, അതുപോലെ വാടക വർധനവ്, അങ്ങനെയുള്ള 1-2 മെയിനായിട്ടുള്ള അജണ്ടകൾ മാത്രം വെച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണമെന്നും അതിനനുസരിച്ച് മുമ്പോട്ട് പോകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.